CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയാണ് ഗോവിന്ദനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ. കത്ത് വിവാദത്തിന് പിന്നിൽ EP ജയരാജനാണെന്നാണ് സംശയിക്കുന്നത്. പരാതിക്കാരനായ ഷർഷാദിനെ EP ജയരാജൻ ഫോണിൽ വിളിച്ചുകൊണ്ട് കത്തിലെ വിവരങ്ങൾ ആരാഞ്ഞതായാണ് വിവരം. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖ ആയതിനാൽ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകന് പങ്കുണ്ടെന്നാണ് ആരോപണം. കത്ത് ചോർന്നതിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പരാതി നൽകിയിരുന്നു. ഈ രേഖ പുറത്തു വന്നതിന് പിന്നിൽ ഗോവിന്ദന്റെ മകൻ ശ്യാമിന് ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ചെന്നൈ വ്യവസായി ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് നൽകിയ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് CPM നേതാക്കളിൽ നിന്നും ഉയരുന്നത്. CPMന്റെ മുൻ മന്ത്രിമാർക്കെതിരെയും നിലവിലെ മന്ത്രിമാർക്കെതിരെയും പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ ആരോപണങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണ ഇവർക്കെല്ലാം പലതരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിവാദത്തിന് പിന്നാലെ EP ജയരാജൻ പരാതിക്കാരനായ ഷർഷാദിനെ വിളിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിനിടെ വ്യവസായിയും CPM സഹയാത്രികനുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ PBയിൽ ലഭിച്ച പരാതി തന്നെയാണ് ചോർന്നതെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയതിന് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് രാജേഷ് കൃഷ്ണ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. തോമസ് ഐസക്, മേഴ്സിക്കുട്ടിയമ്മ, P ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയും വ്യവസായി ഷർഷാദ് നൽകിയ പരാതിയിൽ പരാമർശമുണ്ട്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നതായിരുന്നു കത്തിന്റെ പകർപ്പ് എല്ലാവരുടെയും പക്കൽ ഉണ്ടല്ലോ എന്നുമെല്ലാമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇതിനോടുള്ള പ്രതികരണം. എന്നാൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് മകനോട് ചോദിച്ചിട്ടാണോ എന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് ചോദിക്കുന്നുണ്ട്. ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായി നടത്തിയ വാട്സപ്പ്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജുകളെല്ലാം തന്റെ കയ്യിലുണ്ട് എന്നും പിന്നെ എങ്ങനെ അസംബന്ധമാകുമെന്നും ഞാനും മകനും ബന്ധമില്ല എന്ന് പറയാൻ ഗോവിന്ദന് സാധിക്കില്ല എന്നും ഷർഷാദ് പറയുന്നുണ്ട്. ശ്യാമുമായുള്ള ഫോട്ടോയടക്കം തൻ്റെ അടുത്തുണ്ട് എന്നും സത്യമാണെന്ന് ഷർഷാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. ഷർഷാദിന് പിന്നിൽ ആരെല്ലാമാണ് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന അടുത്ത ചോദ്യം. EP ജയരാജന്റെ പങ്ക് സംശയിക്കുന്നവരുണ്ടാകുമെങ്കിലും PBക്ക് നൽകിയ കത്ത് ഷർഷാദ് ആർക്കും ചോർത്തി കൊടുത്തിട്ടില്ല എന്ന വിവരമാണ് ഉള്ളത്. കോടതി നടപടിക്രമത്തിന്റെ ഭാഗമായി ഷർഷാദിനും ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കും രേഖകൾ ലഭിച്ചപ്പോഴാണ് PBക്ക് കൈമാറിയ കത്തും അതിൽ ഉൾപ്പെട്ട വിവരവും പുറത്തായത്.